രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശയും എപ്പോഴും മോശമാകാറുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ആ ദശാ പീരീഡ് വരുമല്ലോ രാഹുവിൻ്റെ കേതുവിൻ്റെ ദശ. ശരിയാണ്, ആളുകൾക്ക് കൂടുതലും ബുദ്ധിമുട്ടുകളാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശയിൽ ഉണ്ടാകുന്നത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കാര്യം ഒരു എക്സെപ്ഷണൽ കേസുണ്ട്. ഈ രാഹുവോ കേതുവോ ഒരു രാശിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് മറ്റ് പ്ലാനറ്റുകളൊന്നും ആ രാശിയിൽ രാഹുവിൻ്റെയോ കേതുവിൻ്റെ കൂടെ ഇല്ല. അത് മാത്രമല്ല, വേറൊരു പ്ലാനറ്റും അതിനെ ആസ്പെക്റ്റ് ചെയ്യുന്നില്ല. വേറൊരു പ്ലാനറ്റിൻ്റെയും ദൃഷ്ടിയും രാഹുവിനും കേതുവിനും വീഴുന്നില്ല, അല്ലെങ്കിൽ രാഹുവിന് വീഴുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ രാഹു എങ്ങനെ വർക്ക് ചെയ്യും? രാഹു ആ രാശിനാഥനില്ലേ, ആ രാശിനാഥനെ പോലെ വർക്ക് ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാളുടെ മിഥുനൻ രാശിയിൽ രാഹു നിൽക്കുന്നു. വേറെ ഒരു പ്ലാനറ്റ് അതിനോടൊപ്പം ഇല്ല, വേറെ ആരുടെ ആസ്പെക്റ്റും ഇല്ല. അപ്പോൾ രാഹു മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ബുധനെ പോലെ ആക്ട് ചെയ്യും. അത് മിഥുനൻ രാശി ബുധൻ്റെ ആണല്ലോ. അപ്പോൾ ബുധൻ സ്വന്തം രാശിയിൽ നിന്നാൽ എങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് കൊടുക്കും, ആ റിസൾട്ടായിരിക്കും ആ രാശിയിൽ നിൽക്കുന്ന രാഹു കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് 4, 7, 10 നിൽക്കുന്നത്, അല്ലെങ്കിൽ 5, 9 നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ത്രികോണത്തിലെ കേന്ദ്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്കോ ആസ്പെക്റ്റോ ഇല്ലെങ്കിൽ ആ രാശിനാഥൻ എങ്ങനെ ബിഹേവ് ചെയ്യും? അതായത് 4-ാം ഭാവാധിപൻ 4 നിന്നാൽ, 7-ാം ഭാവാധിപൻ 7 നിന്നാൽ, 10-ാം ഭാവാധിപൻ 10 നിന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യും, എങ്ങനെ ബിഹേവ് ചെയ്യും? അല്ലെങ്കിൽ ത്രികോണാധിപൻ അല്ലെങ്കിൽ 5-ാം ഭാവാധിപൻ 5 നിന്നാൽ, 9-ാം ഭാവാധിപൻ 9 നിന്നാൽ എങ്ങനെ പെരുമാറും? അതേപോലെ രാഹു പെരുമാറും. അപ്പോൾ അത് ഓവറോൾ ബെനിഫിഷ്യലാണ്. കാര്യം ആ പ്ലാനറ്റ് ആ സ്വസ്ഥാനത്ത് നിൽക്കുന്നത് പോലെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഹുവും കേതുവും എല്ലാ സമയത്തും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.